Hello students. Today we are going to learn a new topic, regular verbs and irregular verbs. വിവിധ തരം ക്രിയകളുണ്ട്. ക്രിയകളെ അതായത് verbsനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. We can classify verbs into two, regular verbs and irregular verbs. There are three forms of a verb. ഒരു വെബിന് three forms ഉണ്ട്. അതിന്റെ three forms ഉണ്ട്. A verb has three forms. ഒരു വെബിന് മൂന്ന് ഫോംസ് ഉണ്ട്. They are present, past participle. They are present, past, and then past participle. Past participle. A verb has three forms: present, past participle. By adding d or ed to the root form, past tense can be made. അതായത് നമുക്ക് ഒരു വെബിന്റെ അവസാനം ഡിയോ അല്ലെങ്കിൽ ഇ ഡിയോ ചേർത്ത് അതിനെ പാസ്റ്റ് ടെൻസ് ആക്കാം. ഇൻ ദ മോസ്റ്റ് കേസസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസ് ദ സെയിം. കൂടുതൽ കേസിലും പാസ്റ്റ് പാർട്ടിസിപ്പിളും പാസ്റ്റും സെയിം ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ നൽകിക്കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഞാനിവിടെ V1, V2, V3 forms of the verbs കൊടുത്തിട്ടുണ്ട്. The first form, the V1 form is present tense, and V2 form is second form. V2 form എന്ന് പറഞ്ഞാൽ second form past ആയിരിക്കും, past, and V3 form will be past participle. And V1, V2, V3 form of four different verbs. The first one is talk in the V2 form, talk. V3 form, talked, again talked, same as past അതേപോലെ തന്നെ talked, like that. Second one, play. V2 form, played. V3 form, played. And third example, called. V2 form, called. V3 form, called, same as past. And fourth one, walked, same as V2 and V3 are same here. So V2 ഫോമും V3 ഫോമും ഇങ്ങനെ സെയിം വന്നതുകൊണ്ട് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ഫോം ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള വെബ്സിനെ നമുക്ക് റെഗുലർ വെബ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതിന്റെ മീനിങ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിച്ചു, അഗൈൻ സംസാരിക്കപ്പെട്ടു. V3 ഫോം സംസാരിക്കപ്പെട്ടു എന്നാണ് പറയുക. അതുപോലെ കളിക്കപ്പെട്ടു. ദെൻ കോൾ, വിളിക്കപ്പെട്ടു. ദെൻ വാക്ക്, നടക്കപ്പെട്ടു. അങ്ങനെയുള്ള ഫോം ആയിരിക്കും V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെബ് വരുന്നതിന് മുന്നേ ആയിട്ട് ഐ ഹാവ് വാക്ക്ഡ്, ഹാവോ അല്ലെങ്കിൽ ഹാസോ V3 ഫോമിന്റെ മുന്നായിട്ട് വരും. അത് തുടർന്നുള്ള അതെങ്ങനെയാണ് അതിന്റെ യൂസേജ്, ഏതൊക്കെ പ്രയോഗം എന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയും. അതായത് വെബിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ട് ഫോം എന്ന് പറഞ്ഞാൽ അവസാനം. വെബിന്റെ റൂട്ട് ഫോമിനോട് I will show you that's here. വെബിന്റെ റൂട്ട് ഫോം എന്ന് പറയുമ്പോൾ ഇതാണ് വെബ്, ബേസിക് വെബ് V1 പ്രസന്റ് ടെൻസ്. അതിന്റെ റൂട്ടിനോട് ഇഡിയോ ഡിയോ അല്ലെങ്കിൽ ഇഡിയോ ചേർത്താൽ
അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കുന്ന ക്രിയകളാണ് റെഗുലർ വെർബ്സ്. എന്നാൽ റൂട്ട് ഫോമിൽ നിന്നും വ്യത്യസ്തമായി പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്ന ക്രിയകൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്ന ക്രിയകൾക്കാണ് ഇറഗുലർ വെർബ്സ് അഥവാ സ്ട്രോങ് വെർബ്സ് എന്ന് പറയുന്നത്. സോ ഐ ഹാവ് ഗിവൺ എക്സാമ്പിൾസ് ഓഫ് ഇറഗുലർ വെർബ്സ്. അപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടേൺ, ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ, കം, കെയിം, കം, ഗോ, വെന്റ്, ഗോൺ. These are the three forms of different verbs. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക, എഴുതി, എഴുതപ്പെട്ടു. തിന്നുക, തിന്നു, തിന്നപ്പെട്ടു. വരുക, വന്നു, വരപ്പെട്ടു. പോവുക, പോയി, പോകപ്പെട്ടു. അങ്ങനെയാണ് അതിൻ്റെ 3 ഫോംസ് ഓഫ് വെർബ്. V2, V3 ഫോംസ് ഓഫ് ദ വെർബ്. ഒരു ക്രിയയുടെ V1, V2, V3 ഫോംസ് എന്നിവ ഉണ്ടാക്കാൻ പ്രത്യേക തരത്തിലുള്ളൊരു നിയമമൊന്നും ഇംഗ്ലീഷ് ലാംഗ്വേജിലില്ല. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒന്നും അങ്ങനെ പ്രത്യേക നിയമമൊന്നും പറഞ്ഞിട്ടില്ല. പ്രാക്ടീസ് കൊണ്ടാണ് ഇവയെല്ലാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മോർ എക്സാമ്പിൾസ് യു ഹാവ് ടു പ്രാക്ടീസ് ഇൻ യുവർ homes, in your classes, and when you study you have to classify into V1, V2, V3 forms of the verbs. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോഴും വീട്ടിലിരുന്ന് ചെയ്യുമ്പോഴൊക്കെ ഒരു വെർബിൻ്റെ എടുക്കുക, അതിൻ്റെ V1 ഫോമും V2 ഫോമും V3 ഫോമും, അതായത് പ്രസൻറ്റ് ഫോം, പാസ്റ്റ് ഫോം ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ഇങ്ങനെ 3 തരത്തിലുള്ള ഫോംസ് എഴുതി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. For today's topic, that's all about regular and irregular verbs. Hope you understand this topic. Thank you. So students, I have given some examples here. You have to write the V2 and V3 form of this V1 form, these verbs. അതായത് ഈ വെബ്സിൻ്റെ തന്നിട്ടുള്ള 7 വെബ്സ് തന്നിട്ടുണ്ട്. ലുക്ക്, ലവ്, ലുക്ക്, വാണ്ട്, ഡ്രൈവ്, റൈഡ്, ഫോർഗെറ്റ്, ഡ്രിങ്ക്. ഈ വെബ്സിൻ്റെ V2 ഫോമും V3 ഫോമും നിങ്ങൾ കണ്ടുപിടിക്കുക. ആൻഡ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, എന്നിട്ട് ആ വെബ് റെഗുലർ വെബാണോ അല്ലെങ്കിൽ ഇറഗുലർ വെബാണോ എന്ന് എഴുതുകയും വേണം. ആൻഡ് യു ഹാവ് ടു റൈറ്റ് വെദർ ഇറ്റ് ഈസ് റെഗുലർ ഓർ ഇറഗുലർ വെബ്സ്. ഓക്കെ.